ലേഡീസ് നിങ്ങൾ മാത്രമേ ഉള്ളോ? ലേഡീസ് വേറെ ആരുമില്ലേ? എന്നോട് ഒരാള് സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നോട് പറയുന്നൊക്കെ നീ പറയോ? നിന്റെ അമ്മയോ നിന്റെ പെങ്ങളെ ഞങ്ങൾ ഇതുപോലെ പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? ഒരിക്കലും നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഒരു സ്ത്രീ ഞാന് ഒരാളിന്റെ പേര് ഞാൻ പറഞ്ഞു. നീ ഒരാളുടെ പേരൊന്നല്ല, സ്ത്രീകളെ നീ പുലഭ്യം പറയരുത്. സ്ത്രീകളെ നീ തെറി പറഞ്ഞ ഞാൻ പറയാം. നീ ആ വീഡിയോയിൽ പറഞ്ഞല്ലോ മലയാള സിനിമയിലെ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ്. മാഡം ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. നീ ഏത് ഡബിംഗ് ആർട്ടിസ്റ്റിനെ പറഞ്ഞാലും ഞാൻ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റാണ്. എനിക്ക് റിയാക്ട് ചെയ്യാം, മനസ്സിലായോ? ഞാൻ ഈ ഡബിംഗ് ആർട്ടിസ്റ്റിനെ സംരക്ഷിക്കുന്നതാണ്. ഒരു സ്ത്രീയെ കുറിച്ച് പറയരുത്, നീ ഒരു സ്ത്രീയെ കുറിച്ച് പറയരുത്. ഇനി ഏതെങ്കിലും സ്ത്രീ യൂട്യൂബ് ചാനൽ ഇന്ന് കൂട്ടിക്കണം. ഏതിലെങ്കിലും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാഡം ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. നിക്കണം, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നിയ ശരി ശരി നിങ്ങളെ ഈ കേരളത്തിലെ സ്ത്രീകളെ വേദനിപ്പിച്ചിട്ടു ഉണ്ടെങ്കിൽ എന്റെ വീഡിയോ വഴി ഞാൻ പറയട്ടെ. ഞാന് കേരളത്തിലെ സ്ത്രീകളെ മാഡം ഞാൻ പറയാം. ക്ഷമ പറഞ്ഞിട്ട് ഞാൻ ക്ഷമ പറയാന്ന് പറഞ്ഞു. ശരി, കേരളത്തിലെ സ്ത്രീകളെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുന്നു. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ഷർട്ട് ചെയ്തോണ്ട് നിനക്ക് എന്താണ് പ്രശ്നം? അത് നീ പറയണോ? നിനക്ക് ഷർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഷർട്ട് ഇല്ല, നിങ്ങളുടെ മാപ്പ് പറഞ്ഞു. നിനക്ക് ഷർട്ട് ചെയ്തിട്ടില്ല. ഇനി മേലെ ഇങ്ങനത്തെ വീഡിയോ നിന്റെ മോക്കൻ നിന്റെ അമ്മയെ കൊണ്ടത മകൻ നാടില്ല നിനക്ക് ഇങ്ങനത്തെ വിറ്റ് ജീവിക്കാൻ. മാഡം ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ മൊബൈല് മര്യാദക്ക് ആ വീഡിയോ എല്ലാം ഡിലീറ്റ്. ഇതൊന്നും ആയിരിക്കൂല മോനെ, ഇതൊന്നും ആയിരിക്കൂല, മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇത് തരിക, ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. നിങ്ങൾ പേടിക്കണ്ട. ഇങ്ങോട്ട് വരും, ഞാൻ ഡിലീറ്റ് ചെയ്യാം. നീ എന്താ ചോദിക്കാനും വരത്തിരുന്നു? നീ എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ ചെയ്തേ? മാഡം ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പൈസക്ക് പ്രശ്നം. കൊട്ടേഷൻ തന്നത് ആരാണ്? നിനക്ക് കൊട്ടേഷൻ തന്നത്? നിനക്ക്
എന്റെ കൂടെ എടാ നീ അതിന് പറഞ്ഞല്ലോ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഓരോ പടത്തിലും ഓരോരുത്തരുടെ കൂടെ കിടക്കുന്നല്ലേ നീ പറഞ്ഞത് ആണല്ലോ. ഒരു ഡബിങ് ആർട്ടിസ്റ്റ് യൂട്യൂബ് തുറ, എല്ലാം ഡിലീറ്റ് യൂട്യൂബ് തുറ, യൂട്യൂബ് തുറ. ഞാൻ ഡിലീറ്റ് ചെയ്ത ശബ്ദധാരാവലി എടുത്തു വെച്ചിട്ടാണ് സ്ത്രീകളെ ഇവൻ തെറി പറയുന്നത്. ഇവന്റെ ഇവന്റെ അമ്മയുടെ ഇവന്റെ പെങ്ങന്മാരുടെ പേരാണോടാ നീ അതിൽ വിളിച്ച് പെണ്ണാണോടാ? കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പറയാനുള്ളത്. കേരളത്തിന്റെ നിയമവ്യവസ്ഥയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആക്രോശം പറയുന്നത്, സങ്കടമാണിത്. നിങ്ങൾ ചെയ്യേണ്ട കടമയാണിത്. ഞങ്ങൾ ഇരിക്കപ്പുറത്തില്ലാതെ ഞങ്ങളെ ഇത്രയായിട്ട് കഷ്ടപ്പെടുത്തിയത് ഇവിടെ ഒരു സൈബർ നിയമമില്ലാത്തതിന്റെ ഇതാണ് ഈ കാണുന്നത്. ഒരുത്തനുടെ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഒരുത്തൻ, അവന് കൊടുക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല കൊടുക്കാത്തത്. സിനിമയിലെ നീ ഉണ്ടാക്കിയ ശബ്ദം ഉണ്ടല്ലോ, അതിനേക്കാൾ വലുതല്ലടാ ഞങ്ങളുടെ ശബ്ദം, അതിനേക്കാൾ വലുതല്ല. നീ ശരിക്കുള്ള സ്ത്രീകളെ കണ്ടിട്ടില്ല. നീ കണ്ടത് കൂടെ പഴച്ചു സന്തതികളായിരിക്കും. അതായിരിക്കും നിനക്ക് പെണ്ണുങ്ങളെ കുറിച്ച് ഈ അഭിപ്രായം. ആരാണ് നിനക്ക് കൊട്ടേഷൻ തന്നത്? പൊട്ടി ഓരോന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓരോന്നുണ്ടല്ലോ ചാനൽ ചാനൽ ഡിലീറ്റ് സോറി. മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഐ ആം റിയലി സോറി. സോറി ചേട്ടാ, നമുക്കുണ്ട് കാര്യങ്ങൾ, അതുകൊണ്ടാ. പ്ലീസ് എന്താണ് പറഞ്ഞ വീഡിയോക്കെ ഇവ പറഞ്ഞ വാക്ക് വെളിപ്പറയാൻ കൊള്ളില്ല. അമ്മ പെങ്ങന്മാരുടെ കൂടെ ജീവിച്ചവനാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കില്ല. ഞാൻ ഡിലീറ്റ് ചെയ്തരാ. അതൊന്നും വേണ്ട, എനിക്ക് താമസിച്ചു ഓപ്പൺ ആയി ബാക്കി ചെയ്തോളാം. നീ വിജയിച്ച ആരും ചോദിക്കാൻ പറ്റത്തില്ല. ഇത് നിങ്ങളെ പോലെയുള്ള എല്ലാ ഞങ്ങള് നിന്നെ തേടി വരില്ലെന്നോ ഈ ഇട്ടവട്ട സ്ഥലത്തോ? നിന്നെ ഇതുവരെ നീ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. നീ എന്ത് ഡോക്ടറാണ് അല്ല മനസ്സിലാവണം. നീ സംസാരിക്കാൻ, നിനക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല. ഞാൻ ചോദിക്കട്ടെ, സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന ആ 75 വയസ്സായ ഒരു അമ്മയെ കുറിച്ച് എങ്ങനെയാണ് നിനക്ക് പറയാൻ തോന്നിയത്? 30 വർഷം മുമ്പ് എന്നോട് ഒരാള് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിന്റെ അമ്മയെ കുറിച്ച് നിന്റെ പെങ്ങന്മാരെ കുറിച്ച് ഞങ്ങളോട് കുറെ പേര് പറഞ്ഞു. നിന്റെ അമ്മയും നിന്റെ പെങ്ങന്മാരും നിന്റെ ഭാര്യയും ഒക്കെ മഹാമോശമാണെന്ന്. ഉടനെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നാട്ടുകാരെ കൂടെ അറിയിക്കണം. ആണോടാ? അറിയിക്കോ ഞങ്ങളെ? നിനക്ക് എന്താടാ? ആരെങ്ങനെയാണ്? നിനക്കെന്താ? നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവിടെയുള്ള സ്ത്രീകളെ കൂടെ തെറി പറയാൻ? കാശുണ്ടാക്കുന്നോ? പെണ്ണുങ്ങളെ തെറി പറഞ്ഞാണോ കാശുണ്ടാക്കുന്നത്? പോയി അധ്വാനിച്ച് ജീവിക്കേ. നീ പോയി അധ്വാനിച്ച് ജീവിക്കേ. ഈ ഉണ്ടല്ലോ നല്ല തണ്ട് തടി, പോയി അധ്വാനിക്കേ, ജീവിക്കേ. ഇല്ല, അവന്റെ ചാനൽ ഡിലീറ്റ് ആക്കണല്ലോ. അവന്റെ ചാനൽ എത്ര ആൾക്കാർ കണ്ടേക്കുന്നറിയോ? പിന്നെ ഓരോന്ന് പറഞ്ഞേക്കുന്നേ. ഞങ്ങൾക്ക് നിന്നെ വന്ന് അടിക്കാൻ ഞങ്ങൾക്ക് കൊട്ടേഷന്റെ ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരാളുടെ സഹായം ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല ഊശിലുള്ള കയ്യോടെ പിടിച്ചോണ്ട് പോവാൻ പേടിയുണ്ട്. പറ്റുമെങ്കിൽ പോകയോ? ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് പറയുന്നോട്ടെ. നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ഇവിടെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്താണ്? ഇവിടെ സൈബർ ആക്ട് പ്രകാരം ഇവിടെ കണ്ട സ്ത്രീകളെ മുഴുവൻ ആളുകൾ തെറി വിളിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എത്ര ദിവസമായി ഇയാളുടെ വീഡിയോ പിന്നെ യൂട്യൂബിൽ കണ്ട് കളിക്കുന്നു? ഈ ഒരു മാസമായിട്ട് ഈ പോലീസുകാർ ഇതൊന്നും കാണുന്നില്ലേ? ഈ പോയി എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് നിന്റെ എവിഡൻസ്. ഞാൻ പറയുന്നല്ലോ, ഞാൻ നിങ്ങളുടെ മൊബൈൽ തന്നിട്ടുണ്ട്. നിന്റെ വീഡിയോ ഞങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? എന്നിട്ട് ഞങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യും. നിങ്ങളെ വേറെ വല്ല ആക്ഷൻ ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാം. നിന്റെ ഭാഗ്യമാണ് ഇടുന്നത്. നിന്റെ വാണ്ടല്ലോ, നിന്റെ വാ. നീ എന്തിനു പറഞ്ഞ കേരളത്തിലെ പെണ്ണുങ്ങളെ ശക്തി ഇടാത്തത്? സമയത്തിന് വിളിക്കുമ്പോ ഇറങ്ങി പോണോന്നല്ലേ? ഒരു ദിവസം 8 നീ എത്ര എണ്ണത്തിന്റെ അടുത്ത് പോയിട്ടുണ്ടോ? നിനക്ക് അങ്ങനത്തെ എത്ര പേരെ കിട്ടിയിട്ടുണ്ട്?
സഹോദരി നിങ്ങളത് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. മിണ്ടരുത് നീ. ഞാൻ നിന്നെ തൊട്ടിട്ടില്ല. എന്റെ സ്വഭാവത്തിന് ശരി, വരും. നിന്നെ തൊട്ടിട്ടില്ല ഞാൻ. നീ പറഞ്ഞ ഓരോ പോയിന്റ് ഇപ്പൊ ഇനി നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ തെറി വിളിക്കോ? മേഡം ഞാൻ ഇനി ഇന്നലെ മേലിൽ നിങ്ങളത് പബ്ലിക്കായിട്ട് ഇനി മേലിൽ ഇപ്പൊ പറഞ്ഞതിനാണ് നീ ഞാൻ മാപ്പ് പറഞ്ഞത്. ശരി, ഇത് കേൾക്കണം. ഇനി മേലിൽ ഇതിന് താൻ ആരെയും തെറി വിളിക്കോ? ഇതിന് മുമ്പ് ഞാൻ തെറി വിളിച്ചിട്ടില്ല. ആണോ? ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തനിക്ക് ചെയ്തു. എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് തോന്നാൻ? ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് സ്ത്രീകളെ തെറി വിളിക്കാൻ തോന്നുന്നത് എന്താണോ കാരണം? എന്താണോ കാരണം? ഈ പെണ്ണുങ്ങൾ താൻ പറഞ്ഞ കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ എന്താ തന്റെ വീട്ടിലെ സ്വത്തം അടിച്ചു മാറ്റിയോ? അതോ തന്റെ വീട്ടിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ? എന്താണോ ചെയ്തത്? അവന്റെ വീട്ടുകാരെ ഇതില്ല. അവന്റെ അമ്മയുടെ പണ്ടെന്ന കാര്യം അങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഒന്നുമേ ഇനി ആരെയൊന്നും പറയില്ലെന്ന് പറഞ്ഞു. ഓ ഇവന്റെ ലാപ്പും മൊബൈലെല്ലാം എടുത്തോ? എല്ലാം എടുത്ത് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം പോയി. എന്നിട്ട് മേഡം എനിക്ക് അല്ല, കംപ്ലൈന്റ് ഇല്ല. ഇടിച്ചു മാറ്റിക്കൊണ്ട് അയ്യോ. എനിക്ക് അയ്യോ അങ്ങനെ പറയൂ. അങ്ങനെ പറയൂ. നിന്നെയൊക്കെ പോലുള്ള ഞരമ്പുകളാണ്. നിനക്കിതിന്റെ എന്ത് സുഖമാണ് ഈ നടക്കുന്നത്? സിസ്റ്റം ഞങ്ങൾക്ക് ശരിക്കും പോലീസിൽ നിന്റെ പ്രൊഡ്യൂസ് ചെയ്യണം. സുഖം എന്തിനാണ്? ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണിക്കണം. മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുണ്ട് നിന്നെ കുറിച്ച് 10. ഇവിടെ സ്ത്രീകളെ മൊബൈലില്ല, എന്റെ കയ്യിൽ ഇല്ല. ഇല്ല ഒന്നും തരത്തില്ല. ഞാൻ ഇല്ല. നീ ഒന്നും ഒന്നും ഉണ്ടാക്കും. തരത്തില്ല. ആ ശരി, പറഞ്ഞു. ഉണ്ടായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചു. എന്നാലും വേണ്ടില്ല.